നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് യൂണിവേഴ്സൽ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കണം. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, ഇതൊരു പോസിറ്റീവായിട്ടുള്ളൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്, ജെൻലെസ് ആണ്. നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ ഇത് റെസനേറ്റ് ആകുന്നതായിരിക്കും. കൂടാതെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് നമ്മൾ ഓരോ റീഡിങ്സുകളും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. നിങ്ങളതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണബോധവും കൊടുക്കുന്നു അതനുസരിച്ച് നിങ്ങളിലേക്ക് ഇത് പോസിറ്റീവായി തീരും. ടാരോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പൊക്കോളുക. കാരണം ഇതിനകത്ത് ഒരു എനർജിയും നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവുകയില്ല. നിങ്ങൾ ഏത് മനസ്സോടു കൂടിയാണോ അതിനെ സ്വീകരിക്കുന്നത് അതുപോലുള്ള ഒരു എനർജി ആയിരിക്കും നിങ്ങളിൽ വന്നു ചേരുന്നത്. ബാഡ് കർമ്മ എനർജി നിങ്ങൾ ചെയ്യാതിരിക്കുക. വരാഹി മന്ത്രവും മണി അഫർമേഷൻസും ഇട്ടിട്ടുണ്ട്. വരാഹി മന്ത്രം ബ്ലോക്കേജുകൾ മാറാനും നെഗറ്റീവാകുന്ന എനർജികളെ ഹീലാക്കാനും നിങ്ങളുടെ കാര്യസിദ്ധി, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരാനും സാമ്പത്തികമായ ഒരു ഉന്നതി ലഭിക്കാനുമുള്ളൊരു മന്ത്രമാണ് ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മണി ബ്ലോക്കേജ് മാറാനും ഫിനാൻസ് നിങ്ങളിലേക്ക് വന്ന് നല്ലൊരു സ്റ്റെബിലിറ്റി, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടുമാണ് മണി അഫർമേഷൻസും ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും അത് രണ്ടും നിങ്ങൾ മറക്കാതെ ഡെയിലി ഉപയോഗിച്ചിരിക്കുക. വരാഹി മന്ത്രം രാത്രി 8 മണിക്ക് ശേഷം മാത്രമാണ് നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. മറ്റത് ഏത് സമയത്ത് നിങ്ങൾക്ക് പറയാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ആ ഒരു പ്രപഞ്ചത്തിനോട് നിങ്ങൾ ആ പറയുന്ന ഒരു അഫർമേഷൻ കേൾക്കാനും നിങ്ങളിലേക്ക് ഫിനാൻസ് പല മാർഗങ്ങളിൽ വന്നു ചേരാനും സാധിക്കും. അത് വിശ്വാസത്തോടു കൂടി പറയുക, നിങ്ങൾക്ക് തോന്നുന്ന രീതിയിലല്ല, വിശ്വാസത്തോടു കൂടി പറയുക. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്ന കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഒരു പ്രണയത്തെ അല്ലെങ്കിൽ ഒരു അൺകണ്ടീഷണൽ ലവ് എനർജീനെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം അനുഭവിക്കാനുള്ളൊരു യോഗം ഉണ്ടാകുന്നു. അതായത് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന വ്യക്തികളിൽ നിന്നാണെങ്കിലും ഒരു ബ്ലെസ്സിങ്സ് ആണ് കേട്ടോ. ഒരു ഇൻറ്റ്യൂഷൻ പവർ ഇന്ന് നിങ്ങൾക്കുണ്ടാകുന്നുണ്ട്. നിങ്ങൾക്ക് ഇന്നൊരു സ്പിരിച്വൽ ജേണിയിലൂടെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ചിലപ്പോൾ മെഡിറ്റേഷൻസും മറ്റു കാര്യങ്ങളുമൊക്കെ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുന്ന വ്യക്തികൾക്ക് ഇന്ന് അതിൻ്റെ ഒരു അനുഭൂതി, ആ ഒരു മെഡിറ്റേഷൻസിൽ നിന്നും നിങ്ങൾക്ക് ചില അനുഭൂതികൾ അനുഭവിക്കാനുള്ള ഒരു യോഗം, അതായത് ഒരു ബ്ലെസ്സിങ്സ്, അതായത് ഒരു ഈശ്വരാധീനം നിങ്ങളിലേക്ക് വന്ന് ചേരുന്ന ദിവസമാണ്. ഇന്ന് നിങ്ങൾ എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും വളരെയധികം പോസിറ്റീവ് ആകുന്ന, വളരെയധികം സക്സസ് ലഭിക്കുന്ന, മനസ്സിന് വളരെയധികം ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്ന ചില എനർജികൾ ഇന്ന് നിങ്ങളിലേക്ക് വന്ന് ചേരുമെന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങൾക്ക് ഇന്ന് ചില കാര്യങ്ങളിൽ പുതിയ തുടക്കം നടത്താൻ പറ്റുന്ന, അല്ലെങ്കിൽ പുതിയ തുടക്കങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ 100% ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇമോഷണലി വളരെയധികം സംതൃപ്തി ലഭിക്കുന്നൊരു ദിവസമാണ്. കൂടാതെ തന്നെ നിങ്ങളെ തേടി ഒരു ഇമോഷൻസ്, ഒരു അൺകണ്ടീഷണൽ ലവ് എനർജി വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ എന്തെങ്കിലും ന്യൂ പ്രോജക്റ്റ് വർക്കായിരിക്കാം, ഒരു പുതിയ തുടക്കമായിരിക്കാം, എന്തെങ്കിലും ഒരു പ്ലാനിങ് ഒക്കെ നിങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് നല്ല ഒരു ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും നല്ലൊരു ക്ലാരിറ്റി ലഭിക്കുകയും, അതുപോലെ റിലേഷനെയൊക്കെ സംബന്ധിച്ചാണെങ്കിൽ ഇന്ന് നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് എനർജി നിങ്ങളെ തേടി വരാനും ഒക്കെ സാധ്യതയുണ്ടാകുന്നു. ലീഗൽ പരമാകുന്ന കാര്യങ്ങൾ, അതായത് കോടതിപരമായിട്ടോ ഏതെങ്കിലും ലീഗൽ പരമാകുന്ന പ്രശ്നങ്ങളിൽ പെട്ട് നിൽക്കുന്ന വ്യക്തികളാണെങ്കിലും നല്ലൊരു റിസൾട്ടാണ് ഇന്ന് നിങ്ങളെ തേടി വരുന്നത്. അതായത് ഒരു ഗുഡ് ന്യൂസ് എനർജിയാണ് വരുന്നത്. ആ ഒരു ഗുഡ് ന്യൂസ് എനർജിയാണ് ഏസ് ഓഫ് കപ്സിലേക്ക് നിങ്ങളെ എത്തിക്കുന്നത്. അതായത് ഇമോഷണൽ ബാലൻസ്, ഹാപ്പിനെസ് അനുഭവിക്കാൻ, അതായത് മതി മറന്ന ഒരു ഇമോഷൻസ് നിങ്ങൾക്ക് ഇന്ന് അനുഭവിക്കാൻ സാധിക്കും. നിങ്ങളുടെ എഫോർട്ടിൻ്റെ ഫലം, അതായത് നിങ്ങൾ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ എഫോർട്ട് എടുത്തത്, സ്ട്രഗിളിങ് ചെയ്തത്, നിങ്ങൾ വെയിറ്റിംഗ് ചെയ്തത്, ആ കാര്യങ്ങളെല്ലാം ഇന്ന് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് വന്ന് ചേരുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഡിവൈൻ കാണിച്ച് തന്നിരിക്കുന്നത്. നിങ്ങളെ തേടി ഇന്ന് ഇമോഷണൽ, അതായത് ഒരു സക്സസ് വരുന്നു, ഒരു ഹാപ്പി ന്യൂസ് വരുന്ന എനർജിയാണ്. അതുപോലെ തന്നെ നിരാശയായിട്ട് നഷ്ടപ്പെട്ടു പോയത്, നിരാശ ബാധിച്ച സിറ്റുവേഷൻസിൽ നിൽക്കുന്ന വ്യക്തികൾക്കും ഇന്നൊരു പുതിയ തുടക്കമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ സാധിക്കും. ഇമോഷണൽ പരമാകുന്ന ഒരുപാട് സിറ്റുവേഷൻസിൽ റോങ് ആകുന്ന ചില ബന്ധങ്ങളിലോ ചില കരിയർ എനർജികളിലോ ചില
ചില സിറ്റുവേഷൻസുകളിലോ നിങ്ങൾ നിങ്ങൾ വളരെ ഫോക്കസ് ചെയ്തിട്ടും അവിടെ നിന്നും നിങ്ങൾക്ക് യാതൊരു രീതിയിലുള്ളൊരു പോസിറ്റീവ് ആകുന്നൊരു റെസ്പോൺസിബിലിറ്റി ലഭിക്കാതെ പോയെങ്കിൽ നിങ്ങളുടെ സ്ട്രഗിളിങ്ങിന് നിങ്ങൾക്ക് നിരാശ മാത്രമാണ് സാധ്യമായതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു സാഹചര്യത്തിൽ നിന്നും മൂവ് ഓൺ ചെയ്യാനുള്ളൊരു പവർ ഉണ്ടാകുന്നു. ഓപ്പർച്യൂണിറ്റീസുകൾ, ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസുകൾ കരിയർ, ഫിനാൻസ്, ഇമോഷൻസ് എന്ന് പറയുന്ന ആ ഒരു എനർജികളിലൂടെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. അതായത് ഒരു പുതിയ തുടക്കത്തിൻ്റെ ദിവസമാണ് കരിയറിലാണെങ്കിലും ഇമോഷണലി ആണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ചിലപ്പോൾ ഒരു ജോലിക്ക് ചേഞ്ചിങ് ചെയ്യാനുള്ളൊരു അവസരം വരുന്നുണ്ട്. ഒരു ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ഇന്ന് അതിനു വേണ്ട കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെടുന്നുണ്ട്. പുതിയൊരു ബിസിനസ് സംരംഭം തുടങ്ങാനാണ്, ഒരു വിവാഹം പോലുള്ള കാര്യങ്ങളായിക്കോട്ടെ, ഇതിനൊക്കെ നിങ്ങൾ ഇറങ്ങിത്തിരിക്കാനിരുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെല്ലാം പറ്റിയ ഏറ്റവും നല്ലൊരു ദിവസമായിട്ടാണ് നമുക്കിന്ന് കാണാൻ പറ്റുന്നത്. ഇന്ന് നിങ്ങൾ അന്വേഷിക്കുന്നതെല്ലാം നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. നിങ്ങൾ എന്തിനൊക്കെ ചെന്ന് തേടി ഇറങ്ങുന്നോ അതെല്ലാം നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആകും, നിങ്ങളിലേക്ക് വന്ന് ചേരുമെന്ന് തന്നെയാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ച് തന്നിരിക്കുന്നത്. അതായത് കോൺഫ്ലിക്റ്റ്, തടസ്സങ്ങളെല്ലാം അവസാനിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയൊക്കെയാണോ നിങ്ങൾ സ്ട്രഗിളിങ് അനുഭവിക്കുന്നത്, നിങ്ങൾ ഫസ്ട്രേഷൻ എനർജിയിലൂടെ കടന്നു പോകുന്നത്, നിങ്ങൾ ചെന്ന് ചേരുന്ന എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഇറിറ്റേഷൻ പോലുള്ള ഒരു എനർജി ആണെങ്കിൽ എപ്പോഴും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കെപ്പോഴും പ്രോബ്ലംസുകളും തടസ്സങ്ങളും പ്രശ്നങ്ങളും, നിങ്ങൾക്കൊരിക്കലും ഒരു ബന്ധങ്ങളിലും ഒരു നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റാതെ പോകുന്ന സിറ്റുവേഷൻസ് ഒക്കെ ആണെങ്കിൽ ആ ഒരു ചേഞ്ചിങ് ഒക്കെ മാറുന്നു. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു ഹൈ പ്രീസ്റ്റസ് എനർജിയിൽ ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കാണാനും മുൻകൂട്ടി കാര്യങ്ങൾക്ക് ഉള്ള റിസൾട്ട് മനസ്സിലാക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു തേർഡ് ഐ ചക്രയുടെയൊക്കെ ഒരു ആക്ടിവേഷൻ നടക്കുന്നൊരു ബ്ലോക്കേജ് മാറുന്നു. അതായത് നിങ്ങൾക്ക് നല്ലൊരു വിവേകത്തോടു കൂടി കാര്യങ്ങളെ പ്രസൻറ്റ് ചെയ്യാനും അതല്ലെങ്കിൽ നല്ല ഉറച്ച ഒരു തീരുമാനം എടുക്കാനുമൊക്കെ നിങ്ങൾക്ക് പറ്റും. നിങ്ങളുടെ ലൈഫിന് എവിടേക്കാണോ സ്തംഭനാവസ്ഥ വന്നത്, ബ്ലോക്കേജ് വന്നത്, ആ സിറ്റുവേഷൻസിനെല്ലാം ഇന്നത്തെ ദിവസം മറികടക്കാൻ പറ്റുന്നുണ്ട്. ചില ബ്ലാക്ക് മാജിക് എനർജികൾ, അതായത് ബന്ധനം പോലുള്ള, അതായത് പവർ ലോസ് വരുത്തുന്നത്, അതല്ലെങ്കിൽ ഇരയാക്കപ്പെടുക, നിങ്ങൾ ചെയ്യാത്ത തെറ്റിന് നിങ്ങളെ കുറ്റപ്പെടുത്തേണ്ടതാകുന്ന ചില സിറ്റുവേഷൻസുകളിലൊക്കെ ചെന്ന് പെടുന്നത്, ഈ ഒരു സാഹചര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മറികടക്കാൻ പറ്റുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് ഒരു എന്താ പറയുക, നിങ്ങളുടെ ഉള്ളിലേക്ക് ചിന്തിക്കാതെ നിങ്ങൾ പുറമേയുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കാനും പുറമേയുള്ള മറ്റുള്ളവരുടെ ഒരു സാന്നിധ്യം, അങ്ങനെയുള്ള ഒരു സാമീപ്യത്തിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങളെ ചുമ്മാ ത്യജിച്ച് കളഞ്ഞുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇന്ന് നിങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുന്നു. നിങ്ങൾ എന്താണെന്ന്, നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു പൂർണ്ണതയെയും ആ ഒരു പോസിറ്റിവിറ്റിയെ നിങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് പുതിയ കാര്യങ്ങളും പുതിയ പേഴ്സണാലിറ്റി എനർജിയിലേക്കൊക്കെ മാറാൻ പറ്റുന്നുണ്ട്. ഒരു ഇമോഷണൽ ബാലൻസ് വരുന്നുണ്ട്. നിങ്ങളിലുണ്ടായിരുന്ന ഒരു ഫ്രസ്ട്രേഷൻ, അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ, നിങ്ങൾ സ്ട്രഗിളിങ് അനുഭവിച്ചത്, ബ്ലോക്കേജുകളെ എല്ലാം അതിജീവിക്കാൻ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഓരോ സമയങ്ങളും അവസരങ്ങളും ഡിവൈൻ നൽകുന്നു എന്നാണ് കാണുന്നത്. അതുപോലെ ഫാമിലിപരമാകുന്ന പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്യാൻ പറ്റും കേട്ടോ. കുടുംബപരമായിട്ടൊക്കെ ഫിനാൻഷ്യൽ പരമായിട്ടൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അലയുന്നുണ്ടെങ്കിൽ, അതായത് പേരൻറ്റിനെ സംബന്ധിച്ച് ഹെൽത്ത് പരമാകുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഒരു ഫിനാൻഷ്യൽ പരമാകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇറങ്ങി തിരിച്ചിരുന്നുവെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികമാകുന്ന കാര്യം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതായത് സാമ്പത്തിക പ്രോബ്ലംസ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം അതിജീവിക്കാൻ പറ്റും. നിങ്ങൾക്ക് ലഭിക്കേണ്ട മാർഗങ്ങളിൽ നിന്നുമെല്ലാം ഫിനാൻസ് നിങ്ങളിൽ വരികയും നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനും പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. ഏതെങ്കിലും വ്യക്തികളിൽ നിന്നോ ഏതെങ്കിലും സാഹചര്യങ്ങളിൽ നിന്നോ ഒക്കെ നിങ്ങൾക്ക് ഫിനാൻസ് വരാനുള്ളതും അല്ലെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെട്ടതുമായ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഓപ്പണിംഗ് ചെയ്യപ്പെടുന്നു എന്നാണ് കാണുന്നത്. തീർച്ചയായിട്ടും വജ്രഘോഷം എന്ന ഒരു മന്ത്രവും ചൊല്ലുക. അതുപോലെ തന്നെ
മണി അഫർമേഷൻസ് മുടങ്ങാതെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അതൊരിക്കലും നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യരുത്. നമ്മുടെ ലൈഫിൽ കണ്ടിന്യൂ ആയിട്ട് ചെയ്തു പോകേണ്ട 2 കാര്യങ്ങളാണ്. അത് സ്റ്റോപ്പ് ചെയ്താൽ നമ്മളിൽ നിന്നും വീണ്ടും നെഗറ്റീവ് എനർജി ബാധിക്കാനും നമ്മൾക്ക് വീണ്ടും സ്ട്രഗിളിങ് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. അതുപോലെ തന്നെ ഇന്ന് ശ്രദ്ധിക്കേണ്ട മേഖല എന്ന് പറയുന്നത് ലീഗൽ പരമാകുന്ന എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ വളരെയധികം ശ്രദ്ധിച്ച് മാത്രം കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ മതപരമാകുന്ന കാര്യങ്ങളുമായിട്ട് ഇടപഴകി നടക്കുന്ന വ്യക്തികളാണെങ്കിൽ അവിടെയും നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. കാരണം ഒന്നെങ്കിൽ നിങ്ങൾക്കെതിരെ എന്തെങ്കിലും ആരെങ്കിലും ആരോപണം നടത്താൻ സാധ്യത കാണുന്നുണ്ട്. കൂടാതെ തന്നെ നിങ്ങൾ കൂടുതൽ ആ ഒരു സിറ്റുവേഷൻസിൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. മറ്റുള്ളവർ നിങ്ങളെ മിസ്യൂസ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും. അപ്പം നിങ്ങളുടെ ആ ഒരു എനർജിയിൽ നിങ്ങൾ എവിടെയാണോ കൂടുതൽ സാന്നിധ്യം, നിങ്ങളുടെ ഒരു പ്രസൻസ് ഏറ്റവും കൂടുതൽ എവിടെയാണോ ഉള്ളത് ആ ഒരു സ്ഥലത്ത് നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി നിൽക്കുക. കാരണം ശത്രുതാഭാവത്തോടുള്ള വ്യക്തികളാണ് നിങ്ങളുമായിട്ട് സമീപനം നടത്തുന്നത്, നിങ്ങളെ ചീറ്റിംഗ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളെ ഒരു കുഴിയിൽ പെടുത്താനൊക്കെ സാധ്യത കാണുന്നുണ്ട്. അത് മതപരമാകുന്ന കാര്യങ്ങളിൽ ഇടപെടുന്ന വ്യക്തികളാണെങ്കിലും ലീഗൽ പരമാകുന്ന, അതായത് ഒരു നിയമപരമാകുന്ന കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന വ്യക്തികളാണെങ്കിലും ആ ഒരു കാര്യത്തിൽ വളരെയധികം ആലോചിച്ച് സ്ട്രോങ് ആയിട്ട് മാത്രമേ ഓരോ അടിയും മുന്നോട്ട് വയ്ക്കാവുള്ളൂ. ദ ഡബിൾ എനർജി വീണ്ടും കടന്നു വന്നിട്ടുണ്ട്. അതായത് ഫിനാൻഷ്യൽ പരമാകുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ എനർജി വരുന്നതായിട്ട് കാണുന്നുണ്ട്. അത് സ്റ്റക്നെസ്, ഒരു ഇമോഷണൽ ബ്ലോക്കേജിന് കാരണമാവാൻ സാധ്യതയുണ്ട്. ചീറ്റിങ് സംഭവിക്കാനുള്ളൊരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ ഫിനാൻഷ്യൽ പരമാകുന്ന കാര്യങ്ങൾ നമുക്ക് ലഭ്യമാകുമെന്ന് മുകളിലത്തെ എനർജിയിൽ കണ്ടതുപോലെ ആ ഒരു വരുന്ന ഫിനാൻസ് ഏത് മാർഗത്തിലാണെന്നും അത് നല്ല ലീഗൽ പരമാകുന്ന രീതിയിൽ മാത്രമേ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വലിയ രീതിയിൽ അത് മുന്നോട്ടേക്ക് കാലങ്ങളോളം ബന്ധനാവസ്ഥയിലേക്കും അതല്ലെങ്കിൽ അപമാനം പോലുള്ള എനർജികളിലേക്ക് ചെന്നുപെടാൻ സാധ്യതയുണ്ട്. ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന കാര്യങ്ങൾ ഇടപെടുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി മാത്രം കൈകാര്യം ചെയ്യാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ ടോക്സിക് എനർജിയിൽ ഉറക്കമില്ലാതെ കിടന്ന് വലയുന്നു, അതായത് ടോക്സിക് സിറ്റുവേഷൻസ്, അൺഹെൽത്തി എനർജിയിലൂടെ, ബ്ലോക്കിംഗ് എനർജിയിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് നിങ്ങൾക്ക് മുന്നിൽ ഓപ്പർച്യൂണിറ്റീസ് ഒന്നിലധികം ഉണ്ട്. നിങ്ങൾ നിങ്ങളിലേക്ക് മൂവ് ഓൺ ചെയ്യേണ്ടതായ സമയം കഴിഞ്ഞു. നിങ്ങളെ ഉറക്കം കെടുത്തുന്ന, നിങ്ങളെ മാനസികമായി പിരിമുറുക്കത്തിലാക്കുന്ന ഒരു ടോക്സിക് സിറ്റുവേഷൻസ്, അതെന്തോ ആയിക്കോട്ടെ, കരിയർ ആവാം, ഫിനാൻസ് ആവാം, ഇമോഷൻസ് ആവാം, എന്തായാലും നിങ്ങൾ നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയണം. ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണം എന്നാണ് കാണുന്നത്. കാരണം ഉറക്കം ഇല്ലാത്ത രാത്രികളെ പോലുള്ള ഒരു എനർജിയിലൂടെ കടന്നു പോകുന്നു എന്നാണ് കാണുന്നത്. തീർച്ചയായിട്ടും മെഡിറ്റേഷൻസുകൾ ചെയ്യുക, നല്ല ശക്തമാകുന്ന പ്രാർത്ഥന. ഈ മെഡിറ്റേഷൻസിൽ 7 ചക്ര മെഡിറ്റേഷൻസുകൾ ചെയ്യാൻ പറയുമ്പം അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ചാടിക്കയറി നമുക്ക് ചെയ്യുമ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് പോലെ ആയിരിക്കും. അതേസമയം ചെറിയ ചെറിയ രീതിയിൽ വാമപ്പൊക്കെ ചെയ്ത് പോകുന്നത് പോലെ ചെയ്ത് വന്നാൽ തീർച്ചയായിട്ടും മെഡിറ്റേഷൻസ് നമുക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം ഈ സ്ലോവിലി ആദ്യം സ്റ്റാർട്ടിങ് ചെയ്യേണ്ടത് പ്രാർത്ഥനയാണ്. അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ കണ്ണുകൾ അടച്ച് നല്ല രീതിയിൽ പ്രാർത്ഥന ചെയ്ത് നമ്മുടെ ബ്രെയിൻ, നമ്മുടെ ആ തലച്ചോറിൻ്റെ ആ ഒരു കാര്യങ്ങളെ നല്ല ക്ലിയറൻസ് ചെയ്യണം, ഒരു ശുദ്ധമാകുന്നൊരവസ്ഥയിലേക്ക്. അതായത് എത്ര ടൈം പ്രാർത്ഥിച്ചാലും നമുക്കൊരു ഇമോഷണലി ബുദ്ധിമുട്ടില്ല, നമ്മുടെ ശരീരത്തിനൊരു ക്ഷീണം അല്ലെങ്കിൽ ഒരു അലസത ഫീൽ ചെയ്യാത്ത വിധമുള്ളൊരു പവറിലേക്ക് വന്നതിന് ശേഷം നമ്മൾ ഒരുപാട് ടൈം ഇരുന്ന് പ്രാർത്ഥിച്ചാലും പെട്ടെന്ന് നമുക്കൊരു തളർച്ച വരും, ഒരു തൊണ്ടയൊക്കെ വരണ്ട് വളരെയധികം നമ്മൾ ഒരു എന്താ പറയുക, ഒരു ഭയങ്കരമായൊരു വെപ്രാളം ഫീൽ ചെയ്യും നമ്മുടെ ബോഡിക്ക്. അപ്പം ആ ഒരു സിറ്റുവേഷൻസ് ഹീലായി വന്ന് നമുക്ക് നല്ല സ്മൂത്തായിട്ട് പ്രെയർ ചെയ്യാൻ പറ്റുമെന്നുള്ള ഉറപ്പ് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ മെഡിറ്റേഷൻസിലേക്ക് പോകാൻ പാടുള്ളൂ. അതല്ല എങ്കിൽ നമ്മൾക്ക് വളരെയധികം ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാകാനും മാനസികമായിട്ട് നമ്മൾ ആ പ്രാർത്ഥനയെ പോലും നമ്മൾ വെറുത്തു പോകും, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ താല്പര്യമില്ലാണ്ടായി പോകും. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വീണ്ടും നമ്മൾ ആ ഒരു ഡൗൺ എനർജിയിലേക്ക്, നെഗറ്റീവ് എനർജിയിലേക്ക് പോകും. അപ്പം പതുക്കെ ടൈം കൂട്ടി പ്രെയർ ചെയ്യുക. 1 മണിക്കൂർ 1.5 മണിക്കൂർ നമുക്ക് പ്രെയർ നല്ല സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ, പ്രാർത്ഥന നമുക്ക് വളരെ സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റുമ്പോൾ നമ്മൾ പതുക്കെ മെഡിറ്റേഷൻസ് കുറച്ച് നേരം ശാന്തമായിട്ടിരുന്ന് നമ്മുടെ ഓരോ ചക്രാസുകളിലേക്കും കോൺസെൻട്രേഷൻ കൊടുത്ത് അങ്ങനെ വരിക. അങ്ങനെ വന്നാൽ മാത്രമാണ് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ഓക്കെ ആവുള്ളൂ. അപ്പോഴത്തേനും നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക നിങ്ങൾ ഹീലായി കഴിഞ്ഞു എന്നത് കേട്ടോ.
അപ്പം പാസ്റ്റിൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ സാധ്യതയുണ്ട്. കരിയർ പരമാകുന്ന പാത്തിലുള്ള ചില സിറ്റുവേഷൻസുകൾ നിങ്ങളെ വീണ്ടും കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഈ ഒരു എയർ ട്രാവലിംഗ് എനർജിയെ കണക്ട് ചെയ്തൊക്കെയുള്ള പാസ്റ്റിൽ നിങ്ങൾ വിട്ട് കളഞ്ഞിനി വേണ്ട എന്ന് ചിന്തിച്ച് ഉപേക്ഷിച്ച് കളഞ്ഞ ചില കാര്യങ്ങൾ വീണ്ടും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവാൻ സാധ്യതയുണ്ട്. വളരെയധികം ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഇന്ന് ചെയ്ത് തീർക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഫിനാൻഷ്യൽ പരമാകുന്ന ചില കാര്യങ്ങളിൽ നല്ല രീതിയിൽ ഒരു ആക്ഷൻ എടുക്കുക. കരിയർ എനർജിയിൽ നല്ല രീതിയിൽ നല്ല പോലെ ഫോക്കസിങ് ചെയ്യുക. സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് റീസ്റ്റാർട്ടിങ്, അതായത് കരിയർ പാത്തിൽ നിങ്ങൾ ഒന്നും മാറുക, നിങ്ങളുടെ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു സാഹചര്യത്തിന് ഒരു ചേഞ്ചിങ് വരുത്തിയെടുക്കുക. അതുപോലെ തടസ്സങ്ങളോ കോൺഫ്ലിക്റ്റുകളോ എന്തെങ്കിലുമൊക്കെ ലൈഫിലുണ്ടെങ്കിൽ ആ കാര്യങ്ങളിലെല്ലാം നല്ലൊരു തീരുമാനം, നല്ല സ്ട്രോങ് ആയിട്ടൊരു തീരുമാനം എടുക്കുക. കരിയർ പാതുമായിട്ട്, കരിയറിലും ഫിനാൻഷ്യലിലുമാണ് കേട്ടോ നമുക്ക് ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളെ കാണിച്ചിരിക്കുന്നത്. ബിസിനസ് സംരംഭം, അതായത് സ്വന്തമായിട്ടൊക്കെ ചെറിയ സംരംഭമൊക്കെ തുടങ്ങിയ വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ നല്ല കോൺഫിഡൻസോടുകൂടി ആ ഒരു കാര്യത്തിൽ നല്ല ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുക എന്ന് തന്നെയാണ് നമുക്ക് ഡിവൈൻ കാണിച്ച് തന്നിരിക്കുന്നത്. കരിയർ പാത്തിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റോ കാര്യങ്ങളൊക്കെ ആരെങ്കിലും ആയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞ് തീർക്കേണ്ട സമയമാണ് കേട്ടോ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. അത് കണ്ടിന്യൂ ചെയ്ത് പോകരുത് എന്ന് തന്നെയാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ച് തന്നിരിക്കുന്നത്. ചിലപ്പോൾ ഈ നമ്മൾക്ക് ഒരുപാട് ഉപകാരപ്രദമാകുന്ന അല്ലെങ്കിൽ നമ്മളാൽ അവർക്കൊരു സമാധാനം കിട്ടുകയാണെങ്കിൽ, നമ്മളുടെ ആ ഒരു പിണക്കമോ എന്തെങ്കിലും പ്രശ്നങ്ങളോ കരിയർ എനർജിയുമായിട്ട് കണക്ട് ചെയ്തുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്ത് വിടുക കേട്ടോ. അതുപോലെ ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന കാര്യത്തിലും വളരെ ശ്രദ്ധ കൊടുക്കണം. അതുപോലെ തന്നെ നമുക്ക് ഏഞ്ചൽസ് തന്നിരിക്കുന്ന ദെയർ ഈസ് സംതിങ് ബെറ്റർ എന്നാണ്. അപ്പോൾ ഇതിനേക്കാളും നല്ല ഒരു സമയം വരുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ടേക്ക് പോകുക. ഒരു ഉറച്ച തീരുമാനം ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് വളരെയധികം ബി അസർട്ടീവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. നല്ലൊരു ഉറച്ച് തന്നെ നിൽക്കുക. എന്ത് കാര്യത്തിലാണോ നിങ്ങൾ പ്രവർത്തിക്കുന്നത് ആ കാര്യത്തിൽ, അല്ലെങ്കിൽ എന്ത് തീരുമാനമാണോ നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ തീരുമാനത്തിൽ നിങ്ങൾ ഉറച്ച് നിൽക്കുക. ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ഇൻറ്റ്യൂഷൻ പവർ വളരെ ശക്തമായിട്ടും കൂടിയിട്ടുണ്ട്. അത് നിങ്ങൾ നല്ല രീതിയിൽ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പവറിൽ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആവുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.